ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കറിയാണ്. ചെമ്മീനും ചുരക്കയും തേങ്ങരച്ച് കറി വെക്കുന്നത്. അതിനായിട്ട് ഞാൻ ചുരക്ക എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടായ ചുരക്കേണ്ട നല്ല കക്ക് ചുരക്കയാണ്. അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മൂത്തതാണെങ്കിൽ തൊലി കളയണം. കക്കാര നാടനാണെങ്കിൽ തൊലി കളയണ്ട. നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. കടയിൽ നിന്നൊക്കെ മേടിച്ചാണെങ്കിൽ തൊലി കളയണം കേട്ടോ. നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. ചുരക്കെല്ലാം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കലത്തിലേക്ക് മാറ്റാം. ഇങ്ങനത്തെ കറിയൊക്കെ മൺകലത്തിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഞാൻ ചെമ്മീൻ എടുത്തിട്ടുള്ള ഒരു 200 ഗ്രാം ചെമ്മീൻ ഉണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ഈ ചെമ്മീനിൽ അല്പം ചെറിയ ചെമ്മീനാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇതിനകത്തേക്ക് 2 പച്ചമുളക്, 2 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ, എരിവിന് വേണ്ടി. അതാണ് 2 എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഉപയോഗിക്കണമല്ലോ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരും കൂടി. ഇതൊന്ന് വെന്ത് വരട്ടെ. ചെമ്മീനും ചുരക്കാൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 3 ചുവന്നുള്ളി, അല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടത് ഞാൻ ഇടുന്നുണ്ട്. നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് അല്പം പുളിയുടെ ആവശ്യമുണ്ട് കേട്ടോ. ഒന്ന് തിള വന്നപ്പോൾ ഞാൻ ഒരു ചെമ്മിപ്പുളി 4 ആക്കി മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ചെമ്മിപ്പുളിക്ക് പകരം വാളൻപുളിയോ കുടംപുളിയോ ഇടുമോ. ഞാൻ ചെമ്മിപ്പുളി ഇടുന്നത്. ഒന്നും കൂടി ഒന്ന് വേവട്ടെ. ചുരക്കയും ചെമ്മീനും വെന്തിട്ടുണ്ട് കേട്ടോ. അധികം വേവില്ല, ഒരു 2 മിനിറ്റ് പെട്ടെന്ന് വെന്തിട്ടും. ചുരക്ക വളരെ സോഫ്റ്റ് ആയ ഒരു വെജിറ്റബിൾ ആണ്. അതുപോലെ ഓവർ വെള്ളം ഒഴിക്കണേ. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നമുക്കിനി അരച്ചരപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും ഉള്ളിയൊക്കെ അരച്ചത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ചാലയ്ക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ ലൂസ് ആക്കുന്നില്ല ഞാൻ. ഓവർ തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചെറിയൊരു തിള വന്നപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ട് ഓവർ തിളക്കരുത്. അതുപോലെ അല്പം ഉപ്പ് കുറവുണ്ട്, ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിനി താളിക്കാം. വേറെ താളിച്ചൊഴിക്കാട്ടോ. വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. മീൻ ചുരക്കക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തേക്കണേ. ഓക്കെ, ബൈ.